ഇറാനിൽ ഡിസംബർ അവസാനം ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വലിയൊരു പ്രക്ഷോഭം നടന്നു. അതിപ്പോൾ വലിയ ഇറാൻ്റെ മറ്റ് നഗരങ്ങളിലേക്ക് കൂടിയിട്ട് വ്യാപിച്ചു. ആദ്യം അതൊരു അവരുടെ സാമ്പത്തിക വ്യവസ്ഥ അല്ലെങ്കിൽ വിലക്കയറ്റം അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭമായിട്ടായിരുന്നു തുടർന്നിരുന്നത്. ഇറാനിലെ കറൻസിയുടെ മൂല്യം ഡോളറുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ വളരെ മൂല്യം കുറഞ്ഞു. ഇതിനെ തുടർന്ന് വ്യാപാരികളാണ് ഇത്തരത്തിലൊരു പ്രക്ഷോഭത്തിലേക്ക് ആദ്യം തിരിയുന്നത്. പിന്നീട് സർവകലാശാല വിദ്യാർത്ഥികളടക്കം ഈ പ്രക്ഷോഭം ഏറ്റെടുക്കുകയും ചെയ്തു. വിവിധ നഗരങ്ങളിൽ വലിയ പ്രക്ഷോഭം ഇത് കരുത്താർജിക്കുകയും ചെയ്തു. ആദ്യമൊക്കെ ഈ വിലക്കയറ്റം അടക്കമുള്ള പ്രശ്നങ്ങൾ പറഞ്ഞത് പിന്നീട് രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളായി ഈ പ്രക്ഷോഭത്തിൻ്റെ കാരണമായിട്ട്. ഇതിനിടയിൽ വെടിവെപ്പ് നടക്കുകയും പ്രതിഷേധക്കാർക്കെതിരെയുള്ള ആക്രമണത്തിൽ 7ഓളം പേർ കൊല്ലപ്പെടുകയും ചെയ്തു. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇതിലൊരു പ്രസ്താവനയായിട്ട് വന്നിട്ടുണ്ട്. പ്രക്ഷോഭകർക്കെതിരെ സമാധാനപരമായി നടത്തുന്ന സമരങ്ങൾക്കെതിരെ അടിച്ചമർത്തലുണ്ടായാൽ ഞങ്ങൾ ഇടപെടുമെന്ന് കൂടിയിട്ട് ഇറാനെ അറിയിച്ചിട്ടുണ്ട്. ഇറാൻ്റെ മറുപടിയും വന്നിട്ടുണ്ട്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ പിന്നിൽ അമേരിക്കയും ഇസ്രായേലുമാണ് എന്നാണ് ഇറാനും പറയുന്നത്. ഇതിലേക്കാണ് നമ്മളടുത്ത്. അതാവും സർ, ഇറാനിൽ മുമ്പ് നടന്ന ഇതുപോലെയുള്ള പ്രക്ഷോഭങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ ഈ നടക്കുന്ന പ്രക്ഷോഭം ആദ്യം അതിൻ്റെ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ അവിടുത്തെ വിലക്കയറ്റം അടക്കമുള്ള കാര്യങ്ങൾ വരുന്നു. രണ്ടാമത് അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്നു, അധികാരത്തെ ചോദ്യം ചെയ്യുന്നു. വലിയ രീതിയിലുള്ളൊരു പ്രക്ഷോഭമായിട്ട് രൂപം മാറുന്നു. അപ്പോൾ തന്നെ ഇതിൻ്റെ പിറകിൽ അമേരിക്കയാണ്, ഇസ്രായേലും കൂടെ ഉണ്ടെന്ന് ഇറാനിൽ നിന്ന് തന്നെ ഉള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. എങ്ങനെയാണ് മൊത്തത്തിൽ ഇതിനൊക്കെ? അല്ല, പിറകിൽ അമേരിക്കയുണ്ട് എന്നുള്ളത് റിപ്പോർട്ടുകൾ മാത്രമല്ല, ഡൊണാൾഡ് ട്രംപ് തന്നെ സമ്മതിച്ചാണ്. നിങ്ങൾ അവന്മാരെ വെടിവെച്ചാൽ ഞാൻ ഇടപെടും കേട്ടോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നുണ്ട്. പിന്നെയുള്ള കാര്യം, നമ്മൾ വെനസ്വേലയെക്കുറിച്ച് സംസാരിച്ച കാര്യങ്ങളുണ്ടല്ലോ, അത് ഏതാണ്ട് അതേ പാറ്റേൺ തന്നെയാണ് ഇറാനുള്ളത്. എന്ന് പറഞ്ഞാൽ ഇറാൻ വെനസ്വേല ഓയിൽ പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ, ഓയിൽ റിസർവിൻ്റെ കാര്യത്തിൽ 1-ാം സ്ഥാനത്താണെങ്കിൽ ഇറാൻ 3-ാം സ്ഥാനത്തുള്ള രാജ്യമാണ്. വെച്ചാൽ സൗദിയും വെനസ്വേലയും കഴിഞ്ഞാൽ പിന്നെ ഇറാനാണ്. വളരെ സമ്പന്നമായ പാരമ്പര്യം, സംസ്കാരമുള്ള, എല്ലാ നിലക്കും സമ്പന്നമായ രാജ്യമാണത്. മറ്റ് ധാതു ലവണങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ, പോപ്പുലേഷൻ്റെ കാര്യത്തിലാണെങ്കിൽ, സയൻറ്റിഫിക് സൊസൈറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ വളരെ ഉയർന്ന ജീവിത നിലവാരം ഉണ്ടായിരുന്ന രാജ്യമാണ്. പക്ഷേ നോക്കൂ, 79-ലെ ഇറാൻ ഖുമൈനിയുടെ നേതൃത്വം നടന്നുള്ള ഇറാൻ വിപ്ലവത്തിന് ശേഷം അന്ന് മുതൽ ആ രാജ്യത്തെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ കാരണം വെച്ചാൽ അതിൻ്റെ മുമ്പുണ്ടായിരുന്ന ഭരണാധികാരി പഹ്ലവി ഭരണകൂടം എന്ന് പറയും, റിസാ ഷാ പഹ്ലവിയുടെ ഭരണകൂടം. അത് ഒരു കുടുംബാധിപത്യമായിരുന്നു, ഒരർത്ഥത്തിലൊരു മണാർക്കിയായിരുന്നു. അമേരിക്കയ്ക്ക് സമ്പൂർണ്ണമായിട്ട് വിധേയപ്പെട്ട ഒരു ഭരണകൂടമായിരുന്നു. അവരുടെ ഓയിൽ റിസർവുകളിൽ അമേരിക്കക്കും ബ്രിട്ടനും, ബ്രിട്ടീഷ് പെട്രോളിയം കമ്പനി ഏറ്റവും അധികം എണ്ണ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ ഖുമൈനിയുടെ നേതൃത്വ വിപ്ലവം നടന്നതോടുകൂടി അമേരിക്കയും ബ്രിട്ടനും ആ ഒരു ആക്സസ് നഷ്ടപ്പെട്ടു. അന്ന് മുതൽ ആ രാജ്യത്തെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെയാണ് അന്ന് സദാം ഹുസൈൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭരണാധികാരികളിൽ ഒരാളായിരുന്നു. സദാം ഹുസൈന് സർവായുധങ്ങളും നൽകി ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു. 10 വർഷം നീണ്ടുവന്ന ഇറാൻ ഇറാഖ് യുദ്ധം ആധുനിക ലോക ചരിത്രത്തിലെ ഏറ്റവും ദുരന്ത പര്യവസായിട്ടുള്ളൊരു സംഭവമാണ്. 10 വർഷം യുദ്ധം ചെയ്യുന്നു, ലക്ഷക്കണക്കിന് ആളുകൾ ഇരുപക്ഷത്തു നിന്നും മരിച്ചു വീഴുന്നു. പക്ഷേ നോക്കൂ, ഒരു വിപ്ലവ ഭരണകൂടം രൂപപ്പെട്ട് കഴിഞ്ഞാൽ അത് ഒരു യുദ്ധത്തെ നേരിടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമായിരിക്കും. കാരണം ഒരു സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റീവ് പീരീഡിൽ തന്നെ മാരകമായ യുദ്ധത്തെ അഭിമുഖീകരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമുള്ള കാര്യമാണ്. പലപ്പോഴും അത് സർവൈവ് ചെയ്യാൻ പറ്റില്ല, തകർന്നു പോകും. പക്ഷേ ഇറാൻ തകർന്നില്ല. ഖുമൈനിയുടെ ലീഡർഷിപ്പ് ഇതിൽ വളരെ പ്രധാനമായിരുന്നു. എന്ന് മാത്രമല്ല, ആ സമയത്തൊരു യുദ്ധം അടിച്ചേൽപ്പിക്കപ്പെട്ടപ്പോൾ ഇറാനിയൻ ജനത സമ്പൂർണ്ണമായി ഭരണകൂടത്തോടൊപ്പം നിൽക്കുകയും ആ ഒരു ദേശീയമായിട്ടുള്ള ഒരു ഐക്യബോധം വളരെ വലിയ തോതിൽ അവർ ഉണർന്നു വരികയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഇറാൻ്റെ ഒരു നാഷണൽ ഐഡൻറ്റിറ്റി രൂപപ്പെടുന്നതിൽ 2 പ്രധാനപ്പെട്ട ഘടകങ്ങൾ, ഒന്ന് 79-ൽ ഇറാനിയൻ വിപ്ലവവും, രണ്ടാമത് ഈ 10 വർഷത്തെ ഇറാൻ ഇറാഖ് യുദ്ധമാണ്. അപ്പോൾ അത് സൃഷ്ടിച്ച ഒരു ഊർജ്ജമുണ്ടല്ലോ, അതിൻ്റെ ഒരു പ്രവേഗ ശക്തിയിലാണ് പിന്നെ ഇറാൻ മുന്നോട്ട് പോകുന്നത് വലിയ തോതിൽ. അതിനുശേഷം അവർക്ക് എല്ലാ നിലക്കുള്ള ഉപരോധമുണ്ട്. ഇപ്പോൾ ഉപരോധത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ സയൻറ്റിഫിക് റിസർച്ചുകൾ ശരിയാവിധം നടത്താൻ പറ്റില്ല. പുതിയ ഉപകരണങ്ങൾ, ആയുധങ്ങൾ, വാഹനങ്ങൾ അതൊന്നും ലഭ്യമാകില്ല. അതൊക്കെ അതിൻ്റെ പാർട്സുകളും അതുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലഭ്യമാക്കാൻ വലിയ തോതിൽ പ്രയാസപ്പെടുകയും എക്കണോമി തകരുകയും ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇറാൻ എന്ന് പറഞ്ഞാൽ സ്വന്തമായി കാര്യങ്ങൾ വികസിപ്പിക്കാൻ തുടങ്ങി. വലിയ തോതിൽ അവർ മുന്നോട്ട് പോയി. സ്വന്തം നിലക്ക് തന്നെ നമ്മൾ പറയാം, സ്വാശ്രയത്വമുള്ള, ബലമുള്ള സ്വാശ്രയത്വമുള്ള ഒരു രാജ്യമായി മുന്നോട്ട് പോയി. പക്ഷേ ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ നമ്മൾ കാണാൻ 79 വിപ്ലവത്തിന് ശേഷം ഇപ്പോൾ എത്ര വർഷമായി? 40 വർഷം കഴിഞ്ഞു അല്ലേ? 79 45 വർഷമായി. 45 വർഷം കഴിഞ്ഞു. ഒരു ജനറേഷൻ മാറിക്കഴിഞ്ഞു അല്ലേ? പുതിയ തലമുറ വന്നു. അപ്പോൾ പുതിയ തലമുറ വരുമ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ഇറാനിയൻ റവല്യൂഷൻ, ഖുമൈനി, അന്ന് നടന്നുള്ള ധീരമായ ചെറുത്തുനിൽപ്പ്, അതൊന്നും അവരുടെ ഓർമ്മയില്ല. അവർ ജീവിക്കുന്ന കാലം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം
ഡെവസ്റ്റേറ്റഡ് എക്കണോമി, അതാണ് അവരെ സംബന്ധിച്ച് മുമ്പിലുള്ളത്. ഉന്തുവണ്ടിയിൽ കൊണ്ടുപോകണം പണം, ആ നിലക്കുള്ള പണപ്പെരുപ്പം, വലിയ തോതിലുള്ള അവർ പുറം ലോകവും കാണുന്നുണ്ട്. പുറം ലോകത്തുള്ള പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നില്ല. വലിയ തോതിലുള്ള പ്രയാസങ്ങൾ, സാമ്പത്തികമായ ഞെരുക്കം. അപ്പോൾ അത് അവരെ വലിയ തോതിൽ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ഭരണകൂടത്തിനെതിരായിട്ടുള്ള വികാരമായിട്ട് അത് മാറുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ഈ ഒരു സാമ്പത്തികമായ ഞെരുക്കവും പ്രയാസവും ഉണ്ടാകുന്നത്? അത് ഉപരോധം കാരണമാണ്. ഉപരോധം മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുന്നതാണ്. പക്ഷേ ഇത് സൈദ്ധാന്തികമായി ശരിയായിരിക്കും തന്നെ പ്രായോഗികമായി പിന്നെ ഈ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല, നമ്പർ 1. രണ്ടാമത്തെ ഒരു സംഗതി, നമ്മൾ വെനസ്വേലയുടെ കാര്യത്തിൽ ആണാകട്ടെ ഈ നിലക്ക് സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഏതാണ്ട് എല്ലാ ലോകരാജ്യങ്ങളിലെയും ഒരു കോമൺ പാറ്റേൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടത്തേക്ക് ഈ ആഭ്യന്തര ജനാധിപത്യം എന്ന് പറയുന്നത് വളരെ വീക്കായിരിക്കും. നമ്മൾ മദുറോയെക്കുറിച്ച് പറയുമ്പോഴും ഈ കാര്യത്തിൽ മദുറോ വീക്കാണ്. അവിടുത്തെ പ്രതിപക്ഷ സ്വരങ്ങളെ ഏത് നിലയിലാണ്, അത് ഷാവേസും അങ്ങനെ തന്നെയായിരുന്നു. അതിന് ഒരു ഡെമോക്രാറ്റിക് സ്പേസ് നൽകുക, ആ ഒരു വിശാലത നൽകുക എന്ന് പറയുന്നൊരു സംഗതി അവിടെ നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പോൾ ലോകത്ത് അമേരിക്കൻ വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ കുന്തമുന എന്ന് പറയാവുന്ന ആളായിരുന്നു മുഅമ്മർ ഖദാഫി. ഡോളറൈസേഷൻ പ്രോജക്റ്റ് അതുപോലും ലോകത്ത് പറഞ്ഞു തുടങ്ങിയ ആളാണ് ഈ ഖദാഫി. ലിബിയ ലിവിങ് സ്റ്റാൻഡേർഡ്സ് നോക്കിയാൽ ലോകത്തെ ഏറ്റവും സമ്പന്നമായ ജീവിത നിലവാരം ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിലക്കും അവർ ഹാപ്പി ആയിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇൻറ്റേർണൽ ഡെമോക്രസി എന്ന് പറയുന്ന സംഗതി പുള്ളി ഒരു തരിമ്പും അനുവദിച്ചിരുന്നില്ല. സദാം ഹുസൈൻ അമേരിക്ക വളർത്തിയ ഒരാളാണ്. ലേറ്റർ സ്റ്റേജിൽ അയാൾ അമേരിക്കൻ വിരുദ്ധനാകുന്നു. ലോകത്ത് സാമ്രാജ്യത്വ വിരുദ്ധത്തിൽ അടയാളമായിട്ട് മാറുന്നു. നമ്മുടെ നാട്ടിൽ പോലും ആഘോഷിക്കപ്പെടുന്നു. അപ്പോഴും അദ്ദേഹം ആഭ്യന്തര രംഗത്ത് കടുത്ത സ്വേച്ഛാധിപതിയായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. ഇത് ഈ നിലയിലുള്ള ഭരണകൂടങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന പ്രശ്നമാണ്. അപ്പോൾ ആഭ്യന്തര ജനാധിപത്യത്തിൻ്റെ ദൗർബല്യം അത് മിക്ക ഈ അമേരിക്കൻ വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. എന്ന് വെച്ചാൽ അമേരിക്കൻ അനുകൂല രാജ്യങ്ങൾ, ഇപ്പോൾ അമേരിക്ക നേരത്തെ നിഷാദിനെ കുറിച്ച് സൂചിപ്പിച്ചു, അമേരിക്ക തീറ്റിപ്പോറ്റുന്ന ലോകത്ത് ഒരുപാട് മൊണാർക്കീസ് ഉണ്ട്, സ്വേച്ഛാധിപത്യ രാജ്യങ്ങളുണ്ട്. അതെന്താണ്, അവിടെ അമേരിക്ക ജനാധിപത്യത്തെക്കുറിച്ച് ഒരു താല്പര്യം ഉണ്ടാവില്ല. കാരണം അവർ അമേരിക്കക്ക് വിധേയമായി നിൽക്കുന്ന ആളുകളാണ്. സോ ഈ ഇറാനിലൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറാനിലെ ആഭ്യന്തര ജനാധിപത്യം അത് ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. അത് ദുർബലമാകുന്നത് എന്തുകൊണ്ട്, ഒരു എക്സ്റ്റേണൽ എനിമി ഉണ്ടാകുമ്പോൾ ഇൻറ്റേർണൽ ഡെമോക്രസി കുറയുക എന്നുള്ളത് പലപ്പോഴും സംഭവിക്കുന്നൊരു കാര്യം കൂടെയാണ്. ശത്രുവിനെ ചൂണ്ടിക്കാണിച്ച് അങ്ങനെയൊന്നും വേണ്ട, അത്ര വിശാലത വേണ്ട എന്നുള്ളൊരു സമീപനം സ്വീകരിക്കും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ ഇത് മൾട്ടി ലെയേർഡ് ആൻഡ് മൾട്ടി ഫാക്ടേഡ്, ബഹുവിധമായ മാനങ്ങളിലാണ്. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ചേർന്നിട്ട് ഇറാനെ ഞെരുക്കുന്നു, തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ രാജ്യത്തെ തകർക്കാൻ വേണ്ടിയുള്ള സർവ്വശ്രമങ്ങൾ 79 മുതൽ അവർ നടത്തിക്കൊണ്ടിട്ടുണ്ട്. ഇസ്രായേൽ അതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അതിനെ ഇറാനിയൻ ജനതയെ മുൻനിർത്തി, ഇറാനിയൻ ജനതയുടെ ഐക്യദാർഢ്യത്തെ മുൻനിർത്തിയാണ് ഇറാനിയൻ ഭരണകൂടം ഇക്കാലം അത്രയും നേരിട്ടത്. പക്ഷെ ഇപ്പോൾ സംഭവിക്കുന്ന വെച്ചാൽ ഇറാനിയൻ തെരുവുകളിൽ തന്നെ ശബ്ദമേറുകയാണ്. മുമ്പും പല സന്ദർഭങ്ങളിൽ ഇറാനിൽ പ്രക്ഷോഭം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 1.5 വർഷം മുമ്പാണ് ഈ 22-ൽ മറ്റേ ഒരു മെഹ്സ അമീനിയുടെ മരണത്തെ തുടർന്ന് ഹെഡ്സ്കാഫുമായി ബന്ധപ്പെട്ടൊരു പ്രക്ഷോഭം ഉണ്ടായത്. ഹെഡ്സ്കാഫുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭത്തിൽ നമ്മൾ കാണേണ്ടത് അത് പലപ്പോഴും ഒരു ഏർബൻ മിഡിൽ ക്ലാസ് അപ്പർ എലീറ്റ് സർക്കിളിൽ ഒതുങ്ങി എന്നൊരു കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് അങ്ങനെയല്ല. ഇറാനിലെ ഏതാണ്ട് എല്ലാ നഗരങ്ങളിലും സാധാരണക്കാരായിട്ടുള്ള കച്ചവടക്കാരാണ്, ചെറുകിട കച്ചവടക്കാരാണ് ഈ പ്രക്ഷോഭം തുടങ്ങി വെച്ചത്. പിന്നീടാണ് അത് വിദ്യാർത്ഥികളിലേക്കും മറ്റ് ജനസമൂഹങ്ങളിലേക്കും പടരുന്നത്. അവരുന്നയിക്കുന്നത് ഈ പറയുന്ന ഈ ഭരണകൂടം പോകണം എന്നൊരു മുദ്രാവാക്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. ചിലയിടങ്ങളിലൊക്കെ വിചിത്രമായ കാര്യമാണ്, ഷാ തിരിച്ചു വരണം എന്നുള്ള മുദ്രാവാക്യവും വരുന്നുണ്ട്. അതെങ്ങനെയാണത് എനിക്ക് അവിശ്വസനീയമായി തോന്നുന്ന കാര്യമാണ്. കാരണം ഷായെ സംബന്ധിച്ചിടത്തോളം ഇറാനികളുടെ ഓർമ്മയിൽ ഏറ്റവും മോശം ഓർമ്മയിൽപ്പെട്ടതെന്നാണ് ഷായുടെ ഭരണകാലം എന്ന് പറയുന്നത്. അപ്പോൾ ഷാ തിരിച്ചു വരണം എന്നുള്ള മുദ്രാവാക്യം വന്നതായിട്ട് ചില മാധ്യമങ്ങൾ കാണുന്നുണ്ട്. അതൊരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു കാര്യമാണ്. എനിവേ ഈ ഇറാനിലെ ഭരണ സംവിധാനം, ഞാൻ മുമ്പൊരിക്കൽ അതിനെക്കുറിച്ച് പറഞ്ഞു, വിലായത്തെ ഫക്കീഹ് എന്നാണത് അറിയപ്പെടുന്നത്. റൂൾ ഓഫ് ദ സ്കോളേഴ്സ് എന്ന് പറയും. അവിടെ തിരഞ്ഞെടുപ്പുണ്ട്, പാർലമെൻറ്റുണ്ട്, പ്രസിഡൻറ്റ് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ അതിനേക്കാളൊക്കെ മേലെ ഈ പറയുന്ന കൗൺസിൽ ഓഫ് സ്കോളേഴ്സ് എന്ന് പറയുന്ന ഉലമാക്കളുടെ, ഫക്കീഹ് എന്ന് പറഞ്ഞാൽ ഉലമ എന്നുള്ളതിൻ്റെ മറ്റൊരു വേർഷനാണ്. അവരുടെ ഒരു കൗൺസിൽ ഉണ്ടാവും. ആ കൗൺസിലിൻ്റെ അധ്യക്ഷനാണ് ഈ പറയുന്ന സുപ്രീം ലീഡർ എന്ന് പറയും. ഇപ്പോൾ അത് അലി ഖാംനെ, നേരത്തെ ഖുമൈനി ആയിരുന്നു, ഖുമൈനിയുടെ മരണശേഷം അലി ഖാംനെയായി മാറും. അപ്പോൾ അത് അവർക്ക് ഈ വീറ്റോ പവറുണ്ട്, എല്ലാ കാര്യത്തിലും വീറ്റോ പവറുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷെ അത് ശരിയാം വിധത്തിലുള്ളൊരു ഫങ്ഷണൽ ഡെമോക്രസി ആണെന്ന് വെച്ചാൽ അങ്ങനെയല്ല.
അപ്പോൾ അങ്ങനത്തെ ഒരു സമൂഹത്തെ ചേർത്ത് നിർത്തുന്നതിൽ ആഭ്യന്തര ജനാധിപത്യം വളരെ പ്രധാനമാണ്. ഇപ്പോൾ അമേരിക്കയെക്കുറിച്ച്, അമേരിക്കയുടെ ഫോറിൻ പോളിസിയെക്കുറിച്ച്, വിവിധ രാജ്യങ്ങൾ അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങളെക്കുറിച്ച് വിമർശനം ഉന്നയിക്കുമ്പോൾ നമ്മൾ ഉറപ്പിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അമേരിക്കയുടെ ഇൻറ്റേർണൽ ഡെമോക്രസി എന്ന് പറയുന്നത്, ആഭ്യന്തര ജനാധിപത്യം എന്ന് പറയുന്നത് എന്താണ്, അത് പക്ക ഇൻടാക്റ്റായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് സൊഹ്റാൻ മംദാനിയെ പോലെ ഒരാൾക്ക് ന്യൂയോർക്ക് മേയറായി തിരഞ്ഞെടുക്കപ്പെടാൻ പറ്റുന്നത്. ട്രംപിനെ ചീത്ത പറഞ്ഞുകൊണ്ടും അയാൾക്ക് അവിടെ നിൽക്കാനും വിജയിക്കാനും പറ്റും. ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്ന ഏറ്റവും വലിയ ഒരു ഡിബേറ്റ് എന്താണെന്ന് പറയുന്നത്, ഈ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എല്ലാം ഈ ചങ്ങായി തകർത്തുകൊണ്ടിരിക്കുന്നതാണ്. ആഭ്യന്തര ആയുധവും വിദ്യാഭ്യാസവും വിജ്ഞാനവും സയൻസും ടെക്നോളജിയും ഒക്കെ പ്രധാനമായിരിക്കെ തന്നെ അത് മാത്രമല്ല, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അമേരിക്കയോട് മല്ലടിച്ച് നിൽക്കാൻ ശേഷിയുണ്ടായിരുന്ന മഹാരാജ്യമായിരുന്നു സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയൻ ഒരു ദിവസം കൊണ്ട് ഷടപട ഇല്ലാണ്ടായി നമ്മൾ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഇൻറ്റേർണൽ ഡെമോക്രസി എന്ന് പറഞ്ഞ പരിപാടി അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഇറാൻ ഓഫ് കോഴ്സ്, ഇറാൻ ഇരയാക്കപ്പെടുന്ന രാജ്യമാണ്, സാമ്രാജ്യത്വത്തിൻ്റെ വലിയ ആക്രമണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന, അതിനോട് ചെറുത്ത് നിന്നിട്ടൊരു രാജ്യമാണ്. പക്ഷേ ഇപ്പോൾ ഇക്കാലം അത്രയും ഇറാൻ അതിനെല്ലാം പ്രതിരോധിച്ച് നിർത്തിയിരുന്ന ജനങ്ങളെ ചേർത്ത് നിർത്തിയിട്ടായിരുന്നു. പക്ഷേ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് മതി എന്നുള്ള ഒരു മുദ്രാവാക്യം ഉയരുന്നുവെങ്കിൽ അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ തോതിൽ ആത്മവിമർശനം നടത്തുകയും റിഫോം ചെയ്യാനും സ്വയം പുതുക്കാനുമുള്ള സന്ദർഭമായിട്ട് കൂടെ കാണണം. അവരെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കൾ വളരെ കുറഞ്ഞൊരു രാജ്യമാണത്. സുഹൃത്തുക്കൾ അറബ് മേഖലയിലെ രാജ്യങ്ങൾ അവരോടൊപ്പം സൗഹൃദത്തിലല്ല. അവർക്ക് ആ നിലയ്ക്ക് സുഹൃത്തുക്കളുണ്ടെന്ന് പറയുന്നത് റഷ്യയും ചൈനയുമാണ്. റഷ്യ നമുക്കറിയാം യുക്രൈൻ യുദ്ധത്തിൽ കോംപ്ലിസിറ്റാണ്. അവർക്ക് വെനസ്വേലയിലും ഇപ്പോൾ അവർക്ക് പ്രശ്നങ്ങളായി. ചൈന ഒരിക്കലും അവരുടെ മേത്ത് തട്ടുന്ന ഒരു അപ്രോച്ചിലേക്ക് പോകില്ല. അവരുടെ മാർക്കറ്റ്, അവരുടെ എക്കണോമി, അതിനെ പുഷ്ടിപ്പെടുത്താൻ ഇതിങ്ങനെ ഉപകരിക്കും എന്നുള്ളത്. അതിലപ്പുറം ഒരു വര കടന്ന് അവർ ലോക രാഷ്ട്രീയത്തിൽ ഇടപെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി തന്നെയാണ് ഈ അകത്തു നിന്നുള്ള ഒരു പ്രക്ഷോഭം ഉണ്ടായി വരുന്നുള്ളത്. അവരോട് ജനാധിപത്യപരമായിട്ട് എൻഗേജ് ചെയ്യുന്നതിൽ ഭരണകൂടം പരാജയപ്പെടുകയാണെങ്കിൽ, അവരെ വെടിവെച്ച് കൊല്ലാനാണ് ഭരണകൂടം ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് കൂടുതൽ വലിയ അപകടത്തിലേക്ക് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിഷാദ്, ഈ വരുന്ന റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നത്, അവിടുത്തെ പ്രക്ഷോഭകാരികൾ പറയുന്നത് അവിടെ ആവശ്യത്തിനുള്ള മരുന്നുകൾ ലഭിക്കുന്നില്ല, വേണ്ടതാണ് അവശ്യ വസ്തുക്കളുടെ വില കൂടുതൽ, ജലം അല്ലെ വൈദ്യുതി, ഇതിലൊക്കെ നേരിടുന്ന പ്രതിസന്ധിയൊക്കെ ഇവർ പറയുന്നുണ്ട്. ശരിക്കും അമേരിക്കയുടെ ഇടപെടലാണെങ്കിൽ പോലും അത്തരം രാജ്യത്തുണ്ടാകുന്ന ഒരു പ്രതിസന്ധിയെ പരിഹരിക്കാനുള്ള ഒരു ഇടപെടൽ ഒരു ഭരണകൂടം എന്ന നിലയ്ക്ക് ഇറാനിൽ നടക്കേണ്ടതല്ലേ? അത്തരത്തിലുള്ള ഒരു പാളിച്ച കൂടി ഉണ്ടാകുന്നുണ്ടല്ലേ ഇത്തരം ഒരു വലിയ പ്രൊട്ടസ്റ്റായിട്ട് അത് മാറുന്നത്? ഇറാനിയൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് അഡ്മിനിസ്ട്രേഷൻ ഇഷ്യൂസൊക്കെ ഉണ്ടാവാം. ലോകത്ത് പല രാജ്യങ്ങളിലും അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇറാനിലും അത് ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെ പ്രതിഷേധിക്കാനും സമരം ചെയ്യാനുമായിട്ടുള്ള കാരണങ്ങളൊക്കെ അവിടെ ഉണ്ടാവാം. പക്ഷെ അടിസ്ഥാനപരമായി ഇപ്പോൾ ഇറാൻ നേരിടുന്ന ഇത്ര വലിയ പ്രക്ഷോഭത്തിൻ്റെ കാരണം ഈ പറയുന്ന പണപ്പെരുപ്പം താങ്ങാൻ കഴിയാത്തതിന് മേലെയായി പോകുന്നു. 32% ഇപ്പോൾ 50% അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ജീവിക്കാൻ നിവൃത്തിയില്ല, ആവശ്യമുള്ള ഒരു സാധനവും കിട്ടുന്നില്ല, ആൾക്കാർ സമരരംഗത്തേക്ക് വരുന്നു. അപ്പോൾ അത് പൂർണ്ണമായിട്ടും ഈ ഇറാനിലെ അഡ്മിനിസ്ട്രേഷണൽ ഇഷ്യൂ ആണെന്ന് ചോദിച്ചാൽ നമുക്ക് ലോകത്ത് ഇറാനെ പോലെ ഇത്രയധികം ഉപരോധങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു രാജ്യം, കഴിഞ്ഞ വർഷം ഇതെല്ലാം കൂടെ കൂടുതൽ ഉപരോധങ്ങൾ പുനഃസ്ഥാപിച്ചു അമേരിക്ക. 79 ശേഷം ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ ഇടപെട്ട വർഷങ്ങളിലെല്ലാം കനത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. 8-9 തവണ ശ്രദ്ധേയമായ സാങ്ഷൻസ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആർക്കെതിരെ? ഇവരുടെ ബാങ്കിങ് ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട്, എണ്ണ കച്ചവടവുമായി ബന്ധപ്പെട്ട്, വിദേശ ആസ്തികൾ എല്ലാം മരവിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ രാജ്യത്തിന് ബെറ്റർ ലൈഫ് ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ ലോകം സമ്മതിക്കുന്നില്ല എന്നുള്ളതാണുള്ള പ്രശ്നം. അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഇഷ്യൂസ് ഉണ്ടാവും, പക്ഷേ അഡ്മിനിസ്ട്രേഷൻ വളരെ പരിമിതമായ ഒരു വ്യവസ്ഥയ്ക്കകത്താണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് കാണണം. അപ്പം എന്തുകൊണ്ട് ഈ അവിടുത്തെ ജനങ്ങൾക്ക് സമരം ചെയ്യേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഉത്തരവാദിത്തം പറയേണ്ടത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളാണ്. ലോകത്തെല്ലാവർക്കും തുല്യമായ അവകാശത്തോടെ സ്വന്തം രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഓരോ രാജ്യത്തും ഓരോ കൈൻഡ് ഓഫ് ഭരണകൂടങ്ങളാണ്. ചില സ്ഥലത്ത് ഈ പറഞ്ഞ മൊണാർക്കി ഭരണകൂടങ്ങളുണ്ട്, ചില സ്ഥലത്ത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണകൂടങ്ങളുണ്ട്, ചിലയിടത്ത് റഷ്യയിലെ പുടിനെ പോലുള്ള ഭരണകൂടമുണ്ട്. ഭരണകൂടം ഏതായിരുന്നാൽ തന്നെയും സ്വതന്ത്രമായി ഓപ്പറേറ്റ് ചെയ്യാൻ, സ്വന്തം ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ, ഇഷ്ടമുള്ളത് വാങ്ങാൻ കഴിയുന്ന സ്വാതന്ത്ര്യം മിക്കവാറും രാജ്യങ്ങൾക്കെല്ലാം ഉണ്ടല്ലോ. പക്ഷേ ഇവിടെ അത് സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്നു ലോകം, അല്ലെങ്കിൽ അമേരിക്ക. കാരണം നിങ്ങളുടെ ഭരണകൂടം ഇതാണ്. ആ ഭരണകൂടം 79 വിപ്ലവത്തിലൂടെ വന്നാണ്. അവിടുത്തെ ആൾക്കാരുടെ ചോയ്സാണോ? അപ്പോൾ അവിടുത്തെ ആളുകളെ ഞങ്ങൾ പട്ടിണിക്കിട്ട് കൊല്ലും. എന്തിന്? നിങ്ങളെ പട്ടിണിക്കിട്ട് കൊന്ന് നിങ്ങളുടെ ജീവിതം നിങ്ങൾ നരകത്തിലാക്കി നിങ്ങളെക്കൊണ്ട് റെജീം ചേഞ്ച് ഞങ്ങൾ സമരം ചെയ്യിക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന ലോകമല്ലേ സത്യത്തിൽ ഈ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ 8-9 തവണ ഗുരുതരമാംവിധമുള്ള ഉപരോധങ്ങൾ നേരിട്ട ഒരു രാജ്യം എങ്ങനെ മുന്നോട്ട് പോകും? ഏറ്റവും അവസാനം ജൂണിലെ അറ്റാക്ക് നമ്മൾ കണ്ടാണ് ഇസ്രായേൽ നടത്തിയത്. ചെറിയ ഒരു ആക്രമണമാണെങ്കിൽ പോലും അത് ഉണ്ടാക്കുന്ന സാമ്പത്തികമായ ഭാരം എന്ന് പറഞ്ഞാൽ അതിഭീകരമാണ് എന്ന് കാണണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ട്രംപ് പറയാണ് ഇതിനെ അടിച്ചമർത്താനല്ല അവർ പൂർണ്ണം, അവരതിന് സമവായത്തിന് ശ്രമിക്കുന്നുണ്ട്. കാരണം അവർക്ക് ആ പണി എന്താണ് വരാൻ പോകുന്നത് മനസ്സിലാവുന്നുണ്ട്.
സമവായത്തിന് ശ്രമിക്കുമ്പോൾ തന്നെ പരിധി വിട്ടു പോകുന്ന സംഗതികളെ അടിക്കുകയും ചെയ്യുന്നു. അതിനകത്ത് കേൾക്കുന്ന ഈ പറയുന്ന പോലെ ഷാ ഭരണകൂടം തിരിച്ചു വരണം എന്നുള്ള മുദ്രാവാക്യങ്ങളൊന്നും ജെന്യുവിനായിട്ടല്ല അവർ കാണുന്നത്. ആർക്കും അങ്ങനെ കാണാനും പറ്റില്ല. അപ്പോൾ ട്രംപ് പറയുകയാണ് നിങ്ങൾ അതിനകത്ത് പരിധി വിട്ടു പോയാൽ ഞങ്ങൾ ഇടപെടും എന്ന്. അപ്പോൾ അതിൽ തന്നെ അതിൻ്റെ സൂചന വ്യക്തമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എങ്ങനെയാണ് രാജ്യങ്ങൾക്കകത്ത് ഇടപെടുന്നതെന്ന്. ചുമ്മാ ഒരു ഉദാഹരണം നമ്മൾ നോക്കിയാൽ ഏതൊക്കെ രാജ്യങ്ങൾ, ഇപ്പോൾ ലിബിയയിൽ അല്ലെങ്കിൽ സിറിയയിൽ എവിടെല്ലാം അമേരിക്ക ആഭ്യന്തരമായ കലഹങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. റെജീം ചേഞ്ചിന് അവർ ചെയ്യുന്ന ഒരു പണി അതാണ്. ഈ യുക്രൈനിൽ സെലൻസ്കി എന്ന് പറയുന്ന ഒരു കോമഡി TV അവതാരകൻ എങ്ങനെയാണ് പ്രസിഡന്റ് ആയത്? അവിടുത്തെ അമേരിക്കൻ ഇടപെടലിനെ കുറിച്ച് എന്തെല്ലാം തരത്തിലുള്ള തിയറീസ് നമുക്ക് വായിക്കാൻ പറ്റും. അവിടെ വലിയ അഴിമതി വിരുദ്ധ പ്രക്ഷോഭങ്ങൾ 2014 മുതൽ ഉണ്ടാക്കുക, അതിൻ്റെ ഒരു എതിരാളിയായിട്ട് ജനങ്ങളുടെ സേവകൻ എന്ന നിലയ്ക്കുള്ളൊരു ബിംബമായിട്ട് സെലൻസ്കി മാറുന്നു. ആ സെലൻസ്കി അവിടെ പ്രസിഡൻ്റായി വരുന്നു. ആ സെലൻസ്കി പ്രസിഡൻ്റായ ഉടനെ സെലൻസ്കിയുടെ നിലപാട് നാറ്റോയിൽ ചേരണമെന്നതായി മാറുന്നു. നാറ്റോയിൽ ചേർന്ന് കഴിഞ്ഞാൽ നാറ്റോയുടെ ആയുധം അണുവും പോലെ എവിടെ കൊണ്ടുവയ്ക്കുക? എവിടെ? റഷ്യയുടെ തൊട്ടടുത്ത്. റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന് നാറ്റോയുടെ ഒരു ഭീഷണി അയൽവാസി ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ഗ്രേറ്റർ പ്ലാനിൻ്റെ ഭാഗമായിട്ട് അമേരിക്ക പണിയെടുത്തുണ്ടാക്കിയ ആളാണ് സെലൻസ്കി. അതാണ് ഈ യുദ്ധത്തിൻ്റെ അടിസ്ഥാന റീസണായി പ്രവർത്തിച്ചിട്ടുള്ള കാര്യം ഒന്നും കൂടി കാണണം. അപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം എടുക്കുന്ന പണി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള വലിയ തോതിലുള്ള ആസൂത്രണം അവർക്കുണ്ട്. ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഞെരുക്കുകയാണ്. ഞെരുക്കിയിട്ട് ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കി വിടുന്ന ജനങ്ങൾ സർക്കാരിനെതിരെ വലിയ തോതിലുള്ള പ്രക്ഷോഭമായിട്ട് വരുന്നു. അവിടുത്തെ ഭരണകൂടം മാറണം. ഈ ഭരണകൂടമാണ് നമ്മുടെ ഉപരോധങ്ങൾക്ക് കാരണം. ഈ ഭരണകൂടത്തിൻ്റെ കടുംപിടുത്തമാണ് നമ്മുടെ ഉപരോധങ്ങൾക്ക് കാരണം എന്ന ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു സമീപനം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നതിൽ അമേരിക്കയ്ക്ക് ഒരു വിധത്തിൽ വിജയിക്കാൻ പറ്റുമെന്നായി കാണണം. അമേരിക്ക ഇസ്രായേലിനും നമ്മൾ ഇറാൻ എന്തൊക്കെ പറഞ്ഞ വലിയ തോതിലുള്ള ശക്തിയെക്കുറിച്ചും ആണവ സമ്പുഷ്ടീകരണത്തെക്കുറിച്ചും അണുബോംബിൻ്റെ അടുത്ത് നിന്നൊക്കെ പറയുമ്പോഴും ഇസ്രയേലി സ്പൈസ് ഭയങ്കര കൂളായിട്ട് അതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ വിവരങ്ങളാണല്ലോ കഴിഞ്ഞ ആ കോൺഫ്ലിക്റ്റിൻ്റെ സമയത്ത് നമ്മൾ മനസ്സിലാക്കിയ വിവരം. സോ അതിനകത്ത് പ്രവർത്തിക്കാൻ അവർക്കൊരു മടിയുണ്ടാവില്ലേ? കഴിഞ്ഞ ഈ ഒരു 2-3 മാസത്തിനിടയ്ക്ക് എത്ര ഇസ്രയേലി സ്പൈസ് എന്ന് പറഞ്ഞ് അവർ നടപടിയെടുക്കുകയോ തൂക്കിക്കൊല്ലുകയോ ചെയ്തു കുറേ അധികം പേരെ. അപ്പോൾ അവർ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് ഈ അധിനിവേശം, പല കൈൻഡ് ഓഫ് അധിനിവേശം, അകത്ത് നടത്തുന്ന രഹസ്യ ഓപ്പറേഷൻസൊക്കെയാണ്. അപ്പോൾ ജനങ്ങൾക്കിടയിൽ അവർ പറയുകയാണ് ഈ ഭരണകൂടം എന്ന് പറയുന്നത് ഒരു മതരാഷ്ട്ര ഭരണകൂടമാണ്. ഈ ഭരണകൂടം അനാവശ്യമായി ലോകവുമായി കലഹിക്കുകയാണ്. അനാവശ്യമായ നിർബന്ധ ബുദ്ധികൾ കാരണമാണ് നിങ്ങൾക്ക് ലോകത്തേക്ക് വാതിലുകൾ തുറന്നു കിട്ടാത്തത്. അതിനൊരു സ്വീകാര്യത ഉണ്ടാക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞിട്ടുണ്ടാവണം. ഞാൻ പറയുന്ന ഒരു രാജ്യത്തെ ഭരണകൂടം എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ മാത്രം ഇൻറ്റേർണൽ കാര്യമാണ്. അതൊരു ലോകത്തിന് ഒരു കുഴപ്പമാണെന്ന് സ്ഥാപിച്ച് അവരെ മാറ്റാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ അതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ എണ്ണയുടെ താല്പര്യം പ്രധാനമാണ്. 2ാമതോ 3ാമതോ ഏറ്റവും കൂടുതൽ ഓയിൽ പ്രൊഡക്ഷൻ സാധ്യതയുള്ള ഒരു രാജ്യം, വലിയ പുഷ്കലകാലം ഉണ്ടായിരുന്ന ഒരു രാജ്യം, ആ രാജ്യത്തെ അവർക്ക് സാമന്ത രാജ്യമായി വേണ്ടതുണ്ട്. അവിടെ നിന്നുള്ള എണ്ണ ഊറ്റിക്കൊണ്ട് പോവേണ്ടതുണ്ട്. ആ റീജിയനിൽ അവരുടെ പവർ നിലനിർത്താൻ ആ രാജ്യത്തെ അടിമ രാജ്യമാക്കി നിലനിർത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി എടുക്കുന്ന പണിയുടെ ആത്യന്തികമായ ഉൽപ്പന്നമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഒരു കാര്യമുണ്ട്, ഈ അകത്തെ മനുഷ്യർക്ക് സ്വതന്ത്രമായി ശ്വാസം വിടാൻ കഴിയുന്ന സാഹചര്യം ഏത് രാജ്യത്തും ഉണ്ടാവണം. ഏത് തരത്തിലുള്ള വിപ്ലവത്തിൻ്റെ കഥ പറയുമ്പോഴും സമാധാനത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും വെളിച്ചം കിടക്കുന്ന രാജ്യമാക്കി നിലനിർത്തുക എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമാണ്. അതില്ലാതിരുന്നാൽ എല്ലാം കൂടെ ഒരു ദിവസം പൊട്ടും. അതിന് പല റീസൺസ് ഉള്ള ഒരു രാജ്യമാകുമ്പോൾ കൂടുതൽ സൂക്ഷ്മത ആ കാര്യത്തിൽ പാലിക്കാൻ ഇറാന് കഴിയേണ്ടതുമാണ്. ബട്ട് ഞാൻ വീണ്ടും പറയുന്ന ഒന്ന്, ആത്യന്തികമായ കാരണം എന്ന് പറയുന്നത് ഒരു രാജ്യത്തോട് ഈ സാങ്ഷൻസ്, ഈ ഉപരോധങ്ങൾ വഴി ചെയ്യുന്ന ക്രൂരതയുടെ ഇരകളാണ് അവർ എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. പിന്നെ ബാക്കിയൊക്കെ ഇപ്പം ഇറാൻ ഭരണകൂടം എന്തുമാത്രം ഫ്ലെക്സിബിളായി അതിനകത്ത് പെരുമാറേണ്ടതുണ്ട്, ഇൻറ്റേർണൽ ഡെമോക്രസി വലുതാക്കേണ്ടതുണ്ട്. ഓക്കെ, അത് ഡിസ്കസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെ ആയിരിക്കുമ്പോഴും ഒരു രാജ്യത്തെ തീർത്ത് കളയാൻ തീരുമാനിച്ച് അമേരിക്ക ഇറങ്ങിയതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ നടക്കുന്ന സമരം. അത് അവിടുത്തെ മനുഷ്യർക്ക് ഭക്ഷണം കിട്ടുന്ന ഇഷ്യൂ വരികയാണ്. അപ്പോൾ അതിനകത്ത് മേജർ എലമെൻറ്റ് ഞാൻ കാണുന്നത് ഈ എക്സ്റ്റേണൽ ഇടപെടലാണ്. അതെ, ഇറാനിലെ അമേരിക്കയുടെ താല്പര്യം വ്യക്തമാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു സെൻട്രൽ ഗവർണറെ അടക്കം മാറ്റുകയും പ്രക്ഷോഭകരുമായിട്ടുള്ള ചർച്ച അടക്കം ഇറാൻ ഭരണകൂടം നടത്തുകയും ചെയ്യുന്നുണ്ട്. അവിടുന്ന് ശുഭകരമായ വാർത്തകൾ ഉണ്ടാകുമെന്ന് തന്നെ കരുതാം.